പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ 2024 സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അപ്പോൾ എല്ലാവർക്കും സിലബസൊക്കെ കയ്യിൽ കിട്ടി. കഴിഞ്ഞ സിലബസ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങി. അതിനിടയ്ക്കാണ് PSC പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവന്നത്. 20 മാർക്കിനുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഫുൾ മാറി. അപ്പോൾ അതിനകത്ത് പുതിയ സിലബസ് കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനായി സ്ട്രക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇനി എങ്ങനെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം എല്ലാമുള്ള ഒരു ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും വർഷത്തെ 25 വർഷത്തെ എൻ്റെ PSC കരിയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ചു തുടങ്ങിയത് മുതലുള്ള 25ാമത്തെ വർഷത്തിൽ നിൽക്കുമ്പോൾ പറയുകയാണ്. അപ്പോൾ 2025 നിങ്ങൾക്ക് വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ് കേരള PSC തന്നിരിക്കുന്നത്. 2025-26 പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, അടുത്ത വർഷം നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. അതിനു മുന്നേ കേരള PSCയെ സംബന്ധിച്ച് യൂണിഫോം ജോലി അതിന് എക്സാം എഴുതുന്ന മാക്സിമം ആൾക്കാരെ സർക്കാർ സർവീസിനകത്തോട്ട് PSC കയറ്റും. വലിയ ലിസ്റ്റായിരിക്കും. അത്യാവശ്യം ഫിസിക്കലിന് ആൾക്കാർ അത്യാവശ്യത്തിൽ അതിലുള്ള ആൾക്കാരെ വിളിക്കും. അപ്പോൾ നമുക്കൊരു ടെൻഷൻ വേണ്ട. സിലബസ് മാറ്റി, അപ്പോൾ IPC സെക്ഷൻസ് CRPSC എല്ലാം മാറ്റിയിട്ട് BNS ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കണം, ടീച്ചേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ട്, കണ്ടന്റ് കിട്ടാനുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 80 മാർക്കിനുള്ള ടോപ്പിക്സ് നമ്മുടെ കയ്യിൽ അല്ലാതെ തന്നെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ LDC LGS അല്ലെങ്കിൽ ഡിഗ്രി ലെവലുള്ള എക്സാംസിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. നമുക്ക് പഠിക്കാവുന്ന സിമ്പിൾ ടോപ്പിക്സ് അതിനകത്തുള്ളൂ. വലിയ ടെൻഷൻ അടിച്ചിട്ട് അപ്പോൾ 20 മാർക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് കണ്ടെത്തും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ ബാച്ചിൽ സ്പാർക്കിനെ സംബന്ധിച്ച് 485 പേരാണ് നമ്മുടെ ഈ കാഞ്ഞിരംകുളം ബ്രാഞ്ചിൽ നിന്നും എക്സാം എഴുതിയതും 394 പേരാണ് ഒറ്റ ബാച്ചിൽ അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ട് സർക്കാർ സർവീസിലോട്ട് കയറിയത്. അപ്പോൾ നമുക്ക് ഇനി PSC ഇപ്പോൾ എല്ലാ എക്സാംസിനും പ്രിലിംസും മെയിൻസുള്ള എക്സാമിന് 90 ദിവസം പ്രിലിംസിന് 90 ദിവസം മെയിൻസിനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന് പ്രിലിംസ് ഇല്ല, +2 ലെവലുള്ള പ്രിലിംസ് ഒഴിവാക്കിക്കൊണ്ട് ഒറ്റ എക്സാം PSC കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് അപ്പോൾ 180 ദിവസമാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. 6 മാസ സമയം. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്തായിരിക്കും എക്സാം നടക്കുന്നത്. വരുന്ന ഓണത്തിന് മുമ്പ് എക്സാം നടക്കും. പക്ഷേ ഷോർട്ട് ലിസ്റ്റ് വളരെ പെട്ടെന്ന് പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ ഫിസിക്കലിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് തരാനുള്ള സാധ്യതയാണ് PSCയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത്. കാരണം വലിയൊരു ലിസ്റ്റ് ആയിരിക്കും PSC പബ്ലിഷ് ചെയ്യുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് വലിയൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനകത്ത് എല്ലാവരെയും ഫിസിക്കലിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യും. പക്ഷേ ഫിസിക്കലിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 15-20 ദിവസത്തെ ഗ്യാപ്പിനിടയ്ക്ക് PSC പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് നമുക്കിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, മാത്സ് പഠിക്കണം, മലയാളം പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം, ബാക്കിയുള്ള GK എല്ലാം പഠിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കൽ കൂടി ചെയ്ത് തുടങ്ങുക. ഫിസിക്കൽ കൂടി ആദ്യം മുതൽ ചെയ്ത് അതിൻ്റെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 8 ഐറ്റം പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള പഠിക്കാനുള്ള ടോപ്പിക്സ് കണ്ടന്റ് കൂടി കൃത്യമായിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുക. അപ്പോൾ നിങ്ങൾക്കുള്ള ടൈം നിങ്ങൾക്കേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓഫ്ലൈൻ സെൻറ്ററിൽ പഠിക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, ഓൺലൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവും, കമ്പൈൻ സ്റ്റഡി മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവും, ഹെഡ്സെറ്റ് വെച്ചിട്ട് യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം കാണുന്നവരുണ്ടാവും, ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറേ WCPAക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ടാവും. എല്ലാം കൂടിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് PSC പഠനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്, യൂണിഫോം ധരിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യം മനസ്സിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒരു അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ടൈമിനെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ 25ാമത്തെ വർഷമാണ് PSC പഠനം. 2001 നമ്മളൊക്കെ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പായിട്ട് പഠിച്ചു തുടങ്ങുന്നതും. അതിൽ SI ആയിട്ട് കയറിയവരെല്ലാം ഇപ്പോൾ DYSP റാങ്കിലും CIമാരായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് പേര് സിവിൽ പോലീസ് ഓഫീസറായിട്ടൊക്കെ കയറിയുള്ളവരെല്ലാവരും നല്ല പ്രൊമോഷനൊക്കെ ആയിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചുകളിലും മറ്റിടത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിയമസഭയിലൊക്കെ ആണെങ്കിൽ വാച്ച് ആൻഡ് വാർഡനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ള ഷർട്ടും വെള്ള യൂണിഫോം ഒക്കെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും മനസ്സിനകത്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു കുറച്ച് വലിയ ടൈമാണ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ 25ാമത്തെ വാർഷികം പ്രമാണിച്ച് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓഫ്ലൈൻ സെൻറ്ററിൽ നമുക്ക് അത്യാവശ്യത്തിലധികം കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലയിലുള്ള ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകാൻ പറ്റാതെ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. കാരണം ക്യാഷ് ഒന്നും മുടക്കി പഠിക്കാൻ സാഹചര്യമില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട്. പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ഒത്തിരി കോളുകൾ എനിക്ക് ഫോണിൽ വരുന്നുണ്ട്.
അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, കാരണം ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് മാറി, എന്തായാലും പിന്നെ ടോപ്പിക്സ് ഒക്കെ ഒരു ചേഞ്ചസ് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് എന്നോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് PSC വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്കിപ്പോൾ എന്തായാലും ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങളെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം, ഏത് റാങ്ക് ഫയൽസും യൂസ് ചെയ്യാം, അടുത്തുള്ള കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പുകളിൽ പോയി അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളും നമ്മുടെ സ്പാർക്ക് ലേണിങ്സിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 100% സിലബസ് തീരത്തക്ക രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് തീർക്കും. ബാക്കിയുള്ള ടോപ്പിക്സുകളും എല്ലാം തീർത്ത് നിങ്ങൾക്ക് എക്സാംസിനുള്ള പ്രൊവിഷൻസും എല്ലാം തരാം. ഫ്രീ ആയിട്ട് തന്നെയാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന ക്രമീകരണം ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും വിളിക്കാം. അപ്പോൾ ആ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും. കാരണം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് പോലീസ് ഡ്രൈവറിൻ്റെ പാസിംഗ് ഔട്ട് പരേഡായിരുന്നു തൃശ്ശൂർ പരേഡ് ഗ്രൗണ്ടിനകത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനന്ന് ഫയർഫോഴ്സ് അക്കാഡമി, പോലീസ് അക്കാഡമി, നമ്മുടെ എക്സൈസ് അക്കാഡമി, ഇതെല്ലാം ഒരു സർക്കിളിനകത്ത് തൃശ്ശൂർ ഇരിക്കുന്ന 3 അക്കാഡമിയാണ്. 3 പോയി നമ്മുടെ പഴയ സ്റ്റുഡൻസ്, പുതിയ സ്റ്റുഡൻസ്, ഇൻസ്ട്രക്ടർമാരായിട്ടിരിക്കുന്ന ആൾക്കാർ, അവിടുത്തെ പ്രിൻസിപ്പൾ, 2 എക്സൈസ് അവിടുത്തെ പ്രിൻസിപ്പളും ഫയർഫോഴ്സിലെ പ്രിൻസിപ്പളും നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ട്രിവാൻഡ്രം ജില്ലക്കാർ മാത്രമല്ല പഠിക്കുന്നത്, എല്ലാ ജില്ലക്കാർക്കും പഠിക്കണം. എല്ലാവരും പിന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്, എല്ലാവരും വരുന്നുണ്ട്. പണ്ടാണ് ഒരു ട്രിവാൻഡ്രം, കൊല്ലത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു PSC പഠനം ഇപ്പോൾ ഓൾ കേരള സ്പ്രെഡാണ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കണം, PSCയിലോട്ട് ജോലിക്ക് ചേരണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിവിൽ പോലീസ് ഓഫീസർ ആകണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഞാനൊന്ന് ഗൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ വില്ലിങ് ആണ്. ഇപ്പോൾ കാഞ്ഞിരംകുളത്ത് തന്നെ ഇപ്പോൾ നൈറ്റ് ബാച്ച് റാന്തൽ എന്ന് പറയുന്ന പേരൊക്കെ കൊടുത്തിട്ട് 24 മണിക്കൂറും പഠിക്കാൻ പറ്റുന്ന, കാരണം ഈ കാഞ്ഞിരംകുളം എന്ന് പറയുന്നത് നമ്മൾ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. അപ്പോൾ അതിനടുത്ത് നിങ്ങൾക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. രാത്രി ഫുൾ ടൈം 2 മണി 3 മണി വെളുക്കുന്നത് വരെ ഇരുന്ന് പഠിക്കുന്ന, പായും തലയണയുമായിട്ട് വന്ന് അല്ലെങ്കിൽ ബെഞ്ചിലും ഡെസ്കിലും കിടന്നുറങ്ങുന്ന കുറച്ച് യുവാക്കളെയും യുവതികളെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം പിന്നെ നമ്മുടെ ഇവിടെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സപ്പോർട്ടാണ്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത് തൊട്ടടുത്താണ്, വില്ലേജ് ഓഫീസ് തൊട്ടടുത്താണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അവർക്കൊക്കെ അറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവർ പഠിച്ച രീതി, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ കയറണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്താലേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരാരും നിങ്ങളെ പിന്നെ പറയത്തില്ല, ഇരുന്ന് പഠിക്കുമെന്ന് പറയത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാരണം എൻ്റെ ഒരു 2001 ഒരു നൂറ്റാണ്ടിൻ്റെ ഇപ്പുറത്തോട്ട് കിടക്കുമ്പോൾ 25 വർഷം ഇത്ര പെട്ടെന്നാണ് കടന്നു പോയത്. അതുപോലെ നിങ്ങളോട് പറയാണ്, പെട്ടെന്ന് ഇങ്ങനെ മാസങ്ങൾ വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കരിയറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും നിങ്ങൾ ടെൻഷനാവും, നിങ്ങളുടെ പ്രഷർ കൂടും. പിന്നെ ഏജ് ലിമിറ്റ് കഴിയുമ്പോൾ പിന്നെ യൂണിഫോം ധരിക്കണമെന്നുള്ള ആഗ്രഹം ഒന്നും കാണത്തില്ല. കഴിഞ്ഞ ആഴ്ച വീണ എന്ന് പറയുന്ന കുട്ടി 3ാമത്തെ പ്രാവശ്യമാണ് ആ കുട്ടിക്ക് അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നത്. നമ്മുടെ യൂട്യൂബിനകത്ത് ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. വീണയ്ക്ക് കിട്ടിയത് അത് ഡ്രീം ജോബ് എന്ന് പറയുന്നത് പോലീസായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ജോലി കളഞ്ഞിട്ടാണ് ആ കുട്ടി ഇതിനകത്തോട്ടൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടീം സജ്ജമാണ്. കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കും. ഈ പ്രാവശ്യം സെക്രട്ടറിയുടെ മുമ്പിൽ സമരത്തിന് പോകേണ്ട ഗതികെട്ട അവസ്ഥ വരരുത്. 3 പ്രാവശ്യത്തെ സമരത്തിനകത്തും ഞാനും ഉണ്ടായിരുന്നതാണ്, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമരത്തിൻ്റെ അതിലോട്ട് പോകേണ്ട ഗതികെട്ട അവസ്ഥ ലൈഫിൽ വരരുത്. പഠിക്കുകയാണെങ്കിൽ റിസർവേഷൻ നോക്കരുത്, വേറെ ഒന്നും നോക്കരുത്. ടോപ്പ് റാങ്കുകൾ വാങ്ങുക, 1ാം റാങ്കോ 2ാം റാങ്കോ വാങ്ങുക. 7 ബറ്റാലിയനിലോട്ടും പെട്ടെന്ന് പോകുക. IRB കൂടി ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബറ്റാലിയനിലോട്ടും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ആദ്യം വന്ന് ടൈമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇതിനായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു മിഷൻ സല്യൂട്ട്. അപ്പോൾ എല്ലാവരും ആദ്യ റാങ്കുകൾ നേടാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആദ്യ റാങ്കുകൾ സ്വന്തമാക്കുക. എത്രയും പെട്ടെന്ന് ഒരു സേനയുടെ ഭാഗമായിട്ട് മാറുക. ഓൾ ദ ബെസ്റ്റ്.